ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിൻ്റെ 43 ഫുൾ എച്ച് ഡി ടി വിയുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ റിയൽമി, അതുപോലെ ഇൻഫിനിക്സ്, അതുപോലെ തോംസൺ, കൊഡാക്ക്, അങ്ങനെ ഓൺലൈനിൽ വരുന്ന ടി വികളുടെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റും അതെങ്ങനെ സോൾവ് ചെയ്യും, അതിലേത് ഡിസ്പ്ലേ ഇടാം, ഏതാണ് നല്ല ഡിസ്പ്ലേ, അത് ലൈഫ് കിട്ടുമോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ട പോലെ ഈ ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് തന്നെ നമ്മൾ മുമ്പ് റിയൽമിയുടെ ടി വി വന്നിട്ട് അതിന് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അതേ സെയിം ടി വി, അതേ മദർ ബോർഡും അതേ ബോർഡും ഒക്കെ തന്നെയാണ് ഈ ടി വിക്കകത്തും വരുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതേപോലത്തെ ബ്ലൂ കളറിലെ കോംബോ ബോർഡ് തന്നെ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ടി വിയുടെ പാനൽ മാറാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനകത്ത് കാണുന്ന പോലെ ബ്ലൂ കളർ കോംബോ ബോർഡ് തന്നെയാണ് മുമ്പ് നമ്മൾ ചെയ്തിട്ട് റിയൽമി 43 ഫുൾ എച്ച് ഡിക്ക് വരുന്നത്. സെയിം ഇത് തന്നെയാണ്, ഒരു വ്യത്യാസങ്ങളും ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് പ്രോഗ്രാം ചെയ്ത് പല ബ്രാൻഡുകളും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരോ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ടി വികളിൽ ഇതേ സെയിം ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ബ്രാൻഡ് റിയൽമിയാണ്, അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിസ്പ്ലേ മാറി അതിനകത്തിട്ട് പുതിയ എൽ ജിയുടെ 43 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ടീക്കം ബോർഡും അതിനുള്ള എൽ വി ഡി കേബിളും പാനലൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കാം, നമ്മളിങ്ങനെ ഈ ഓൺലൈനിൽ വരുന്ന ടി വികളിൽ വില കുറവാണ്, അപ്പോൾ അത് 2 വർഷം കഴിയുമ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, അപ്പോൾ അതിനകത്ത് പുതിയ ഡിസ്പ്ലേ ഇടുമ്പോൾ അത് കുറേ കാലം നിൽക്കുമോ, അതോ വീണ്ടും ഇതുപോലെ 2 വർഷം ആകുമ്പോൾ പോകുമോ എന്നൊക്കെ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷമൊക്കെയാണ് മാക്സിമം ഇത്തരത്തിലുള്ള ഓൺലൈൻ ടി വികളിൽ ഓടാറുള്ളൂ. അതിന് 1 ഇയറാണ് വാറണ്ടി കൊടുക്കാറ്. ഈ ടി വിക്ക് ഏകദേശം ഒരു 20,000 അതിന് എക്സ്പെൻസ് ആയിട്ടുണ്ട് വാങ്ങുന്ന സമയത്ത്. ഇപ്പോഴും ഏകദേശം ആ റേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ 2 വർഷത്തേക്ക് 20,000 രൂപ മുടക്കി ടി വി വാങ്ങുന്നതാണോ നല്ലതോ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ഉള്ള ടി വി വാങ്ങിക്കുന്നതാണ് പെട്ടെന്ന് ആലോചിക്കുക. അപ്പോൾ നല്ല ഡിസ്പ്ലേ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ കുറേ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ട് ഹാർഡ് പാനൽ നോക്കുക, അതുപോലെ BOI, LG എന്ന ബ്രാൻഡുകളിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ഓൺലൈൻ ബ്രാൻഡുകൾക്കുള്ള ഡിസ്പ്ലേ എല്ലാം ഈ പറഞ്ഞ 2 ഹാർഡ് പാനലായിരിക്കില്ല. കാരണം ആ ഒരു ബഡ്ജറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടി വികൾ 2 വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓരോ വർഷം 20,000 മുടക്കി ടി വി വാങ്ങുന്നതൊക്കെ ഒരു തവണ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ടി വി ആണെങ്കിൽ വീണ്ടും 20,000, അതായത് ആ ടി വി തന്നെ അത്രയും എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതും 2 വർഷമേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആ കംപ്ലൈൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബ്രാൻഡായിട്ടുള്ള LG, അതുപോലെ BOI ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എന്തായാലും ഒരു മിനിമം 5 വർഷം 6 വർഷം ലൈഫ് കിട്ടുന്ന രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ടി വിക്കോ അല്ലെങ്കിൽ വേറെ പാർട്സോ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഏതൊരു ബ്രാൻഡിലും അല്ലെങ്കിൽ ഏതൊരു മദർ ബോർഡിലും നമുക്ക് ചില 2-3 പാനലുകളൊക്കെ മാച്ച് ചെയ്യാൻ പറ്റാറുണ്ട്. LG, BOI ഒക്കെ നമുക്ക് ഒരുവിധം ടി വികളിലൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ഭൂരിഭാഗം ചെയ്തിട്ടുള്ള LGയും BOI ആണ്. 32 അതുപോലെ 43 സീരീസും 55 ഒക്കെ ചെയ്തിട്ടുള്ള LG ആണ്. LGയുടെ ഡിസ്പ്ലേ നമുക്ക് ഒരു പരിധി വരെ എല്ലാ ടി വിക്കകത്തും ഇടാൻ പറ്റാറുണ്ട്, LCD മോഡലിലൊക്കെ ഇടാൻ പറ്റാറുണ്ട്. അപ്പോൾ ചില മോഡൽസ് ഇതുപോലെ ഇത് ഫ്രെയിംലെസ് ആണ്. അതുപോലെ LCD ടി വികളൊക്കെ ചിലപ്പോൾ നമ്മൾ ഫ്രെയിം കുറച്ചൊക്കെ കട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഫ്രെയിംലെസ് ടി വിയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് അത് കറക്റ്റായിട്ട് ഇരിക്കുമോ എന്ന് നോക്കണം. സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് LGയുടെ പുതിയ പാനലാണ്. 2 സൈഡിലും 2 കോഫ് വരുന്ന, മൊത്തം 4 കോഫ് വരുന്ന ഫുൾ HD പാനലാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആ ബോഡിയിൽ ഫിറ്റാണ്. നമ്മൾ ആൾറെഡി മുമ്പ് LGയുടെ പാനൽ വെച്ച് നോക്കിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഫിക്സ് ആണ്. ആ നേരത്തെ ഉണ്ടായിരുന്ന പാനലും ഇത് ഒരേ സൈസാണ്. ചില മോഡൽസിൽ ഇതുപോലെ ചെറിയ രീതിയിൽ വ്യത്യാസം, ഒരുവിധം 43 എല്ലാം കോമൺ സൈസ് തന്നെയാണ്. എങ്കിലും ചില ടി വികൾ ഫ്രെയിംലെസ് ടി വി ആണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആദ്യം ഇത് കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചിന്തിക്കുക, നമ്മൾ ഓരോ 2 വർഷം കൊടുത്ത് 20,000 രൂപയ്ക്ക് ടി വി വാങ്ങുന്നതാണോ, അതോ ഒരു വർഷം വാറണ്ടിയിൽ ടി വി വാങ്ങുന്നതാണോ നല്ലത്, അതോ എല്ലാ ടി വിൻ്റെ കംപ്ലയിൻ്റ് ആവുന്ന സമയത്ത് പുതിയ ടി വിയുടെ എക്സ്പെൻസിനേക്കാൾ പകുതി ഏകദേശം ഒരു കാര്യമുണ്ട്. അതായത് ഡിസ്പ്ലേയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടി വിയുടെ ഒരു 70 അല്ലെങ്കിൽ ഒരു 65% ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരു 30% വരുന്നത് ഇതിനകത്തുള്ള സ്പീക്കർ, ബാക്ക് ലൈറ്റ് അല്ലെങ്കിൽ ബോർഡ്, ബാക്കിയുള്ള കമ്പോണൻസിനാണ് ബാക്കി റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു ഭൂരിഭാഗം ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത് ഡിസ്പ്ലേക്കാണ്. അപ്പോൾ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു 75% അല്ലെങ്കിൽ 70% ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ഇടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 5 വർഷം 6 വർഷം ഈ ടി വി കംപ്ലൈൻറ്റ് ഇല്ലാതെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ LGയുടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് മാച്ചാണ്. അതായത് ആ കോഫുകളൊക്കെ കറക്റ്റ് ബോഡി ഒന്നും കട്ട് ചെയ്യാതെ തന്നെ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഫ്രെയിംലെസ് ടി വികളിലും അതുപോലെ ഫ്രെയിമുള്ള ടി വികളിലും 43 ഇഞ്ചാണെങ്കിൽ നമുക്ക് ഈ 2 പാനലുകളും അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ മാറുകയാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ഇതിനകത്തുള്ള സെയിം ഡിസ്പ്ലേയോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഈ 2 ബ്രാൻഡും അല്ലാതെ വേറെ ഡിസ്പ്ലേ AO ഉള്ളത്, പിന്നെ പക്ഷേ അത് AOയേക്കാളും ഒന്നുകൂടെയൊക്കെ ബെറ്റർ ഡിസ്പ്ലേ കുറച്ചുകൂടെയൊക്കെ ഹാർഡ് ഡിസ്പ്ലേ വരുന്നത് BOI, LG ആണ്. അപ്പോൾ ഈ 2 തന്നെ ഇടാൻ ശ്രമിക്കുക എപ്പോഴും.
പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു മറ്റൊരു സംശയമാണ്, ഇപ്പോൾ നമ്മളിത് മാറിയിട്ടു, ഡിസ്പ്ലേ മാറി പുതുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തു, പക്ഷേ വേറെ എന്തെങ്കിലും പാർട്സ് കംപ്ലൈൻ്റ് ആകുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് കംപ്ലൈൻറ്റ് വരാനുള്ളത് ബോർഡും അതുപോലെ LED ലൈറ്റാണ്. LED ലൈറ്റൊക്കെ നമുക്ക് ഈ മോഡൽസിനൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് മാറാനും ഈസിയാണ്. പിന്നെ അതുപോലെ മദർ ബോർഡ് പവർ സപ്ലൈ സെക്ഷനൊക്കെയാണ് നമുക്ക് ഒരു വിധമൊക്കെ റിപ്പയർ ചെയ്തെടുക്കാം. പിന്നെ ഇടിവെട്ടൊക്കെ കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് മാറുകയാണെങ്കിലും തന്നെയും വേറൊരു ബ്രാൻഡ് അല്ലെങ്കിൽ വലിയൊരു ഒരു 43 ഇഞ്ചിൻ്റെ സാംസങ് സോണീനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര കോസ്റ്റ് വരുന്നില്ല മദർ ബോർഡ് മാറാനാണെങ്കിലും, കാരണം ഫുൾ HD ആണ്. ഡിസ്പ്ലേ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മളതിൻ്റെ ടീക്കം ബോർഡ്, അതായത് പുതിയ പാനലിൻ്റെ 43 ഇഞ്ചിൻ്റെ LGയുടെ ടീക്കം ബോർഡ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന അതിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ സപ്ലൈ, അത് ഫ്യൂസ് സൈഡും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളതിൻ്റെ LVDS കേബിൾ മാറ്റുന്നുണ്ട്, അതായത് മദർ ബോർഡിൽ നിന്ന് ടേക്കോണിലോട്ടുള്ള കേബിൾ മാറ്റുന്നുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ കേബിൾ പറ്റില്ല, കാരണം അതിൻ്റെ ഒരറ്റത്ത് മുമ്പുണ്ടായിരുന്ന സ്ട്രിപ്പാണ്, ഡയറക്റ്റ് ലോക്ക് ചെയ്യുന്ന ടൈപ്പാണ്. ഇപ്പോൾ പുതുതായിട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ടീകോം ബോർഡിൻ്റെ വരുന്ന കണക്ടറാണ്. അപ്പോൾ ഒരറ്റത്ത് കണക്ടറും ഒരറ്റത്ത് സ്ട്രിപ്പുള്ള LVDS ആണ് നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് പാനലിൽ നിന്ന് ടീകോം ബോർഡോട്ടുള്ള FFC കേബിളോട് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നുണ്ട്, 2 കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ LGയുടെ ഡിസ്പ്ലേ ഒരുവിധം എല്ലാ TVകളിലും മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. LGനെ കമ്പയർ ചെയ്യുമ്പോൾ BOEക്ക് കുറച്ച് പരിമിതികളുണ്ട്. എന്നാൽ പോലും നമുക്ക് ഈ 2 പാനലുകൾ ഒരുവിധം TVകളിലൊക്കെ 43 ഇഞ്ച് ഫുൾ HDയിലൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. LCD മോഡലിലും ചിലത് പറ്റാറുണ്ട്. ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മദർ ബോർഡ് കൂടെ യൂണിവേഴ്സൽ ടൈപ്പ് ആക്കിയിട്ടും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. കാരണം നല്ലൊരു TV തന്നെയാണ് പണ്ടത്തെ LCD TVകൾ. ഇപ്പോഴത്തെ LED TVകൾ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും കംപ്ലൈൻറ്റ് ഇല്ലാത്ത TVകളുണ്ട്. ഡിസ്പ്ലേ ഒക്കെ കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ചില ആൾക്കാർ അത് ഒഴിവാക്കാറാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ നമുക്ക് LGയുടെ അല്ലെങ്കിൽ BOEയുടെ ഒക്കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് ആ TV കുറച്ച് നാൾ കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആ FFC കേബിൾ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അതിൻ്റെ മുമ്പുണ്ടായിരുന്ന കേബിളും ഇതും ചെറിയ തിക്നെസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സൈഡ് ലോക്കിലായിട്ട് കറക്റ്റ് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്, അല്ലാതെ പിന്നൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ അവർ കറക്റ്റ് ആ ലോക്കിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര നമ്മൾ കട്ട് ചെയ്ത് തരുന്നത്, അല്ലാതെ നമ്മൾ പിന്നെ അതിനകത്ത് കട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ കട്ട് ചെയ്തില്ലെങ്കിൽ ആ ലോക്ക് പ്രോപ്പറായിട്ട് വീഴില്ല, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതേ ലോക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടീക്കം ബോർഡിലോട്ട് ആ കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളെല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് ഇരുന്നോ, കണക്ഷൻസൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് മീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ ടീക്കം ബോർഡ് കംപ്ലൈൻറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ സപ്ലൈ വരുന്ന സൈഡിൽ വേറെ ഏതെങ്കിലും പിന്നെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് പാനലിൽ, അതായത് അതിൻ്റെ സ്വിച്ച് പാഡ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ആൻഡ്രോയിഡൊക്കെ കാണിക്കുന്നുണ്ട്. വേറെ മാപ്പിങ്ങോ അതുപോലെ മിററിങ്ങോ ഒന്നും വന്നിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ പിക്ചർ ഓക്കെ വന്നിട്ടുണ്ട്. ചില TVകളിൽ ഇത്തരത്തിൽ ചിലപ്പോൾ നമ്മൾ ഓണായി വരുന്ന സമയത്ത് പിക്ചർ ഇൻവേർട്ടഡ് ആവുക, അല്ലെങ്കിൽ അതിനകത്ത് LVDS മാപ്പിംഗ് കാണിക്കുക, അങ്ങനെ നേരത്തെ ഗ്രെയിൻസ് പോലെ കാണിക്കുകയൊക്കെ വരാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ടീകോം ബോർഡിനകത്ത് ചില മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ LGയുടെയും BOEയുടെ നമുക്കൊരു പരിധി വരെ എല്ലാ TVകളിലും അതിൽ മോഡിഫൈ ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ ഈ 2 ഡിസ്പ്ലേയാണ് നിലവിലുള്ളതിൽ വെച്ച് കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ, അതുകൊണ്ടാണ് ഈ 2 ഡിസ്പ്ലേ എപ്പോഴും പറയുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഈ ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ FFC കേബിളുകളും അതുപോലെ അതിൻ്റെ LVDS കേബിളും ഒക്കെ ചിലപ്പോൾ ലെങ്ത്ത് കൂടും. അതുപോലെ ചിലത് കുറച്ചൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ലെങ്ത്ത് കൂടാനൊക്കെ സാധ്യത. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മടക്കി ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇളകി വരാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ടത് നീറ്റായിട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഇത്തരത്തിൽ ഏത് TV മോഡിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് ഇളകി വരാത്ത രീതിയിൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ടീകോം ബോർഡിൻ്റെ LVDS കേബിളും FFC കേബിളും ഒക്കെ ബോഡി ആയിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെയുള്ള സ്പീക്കറിൻ്റെ ആ ഗ്രില്ല് കൂടെ ഫിക്സ് ചെയ്തിട്ട് TV ക്ലോസ് ചെയ്യാൻ പോകും. അപ്പോൾ ആരെങ്കിലും TV ഇത്തരത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് വേറെ TV വാങ്ങിക്കണമെങ്കിൽ ഒന്ന് ചിന്തിക്കുക. കാരണം നമ്മൾ ഓരോ 2 വർഷത്തെ 20,000 രൂപ മുടക്കി ഇത്തരത്തിലൊരു ഫുൾ HD 43 വാങ്ങണേക്കാൾ ബെറ്ററാണ്. ഇപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ LGയോ അല്ലെങ്കിൽ BOയോ ആ പാനൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ TV എന്തായാലും ഒരു 5-6 വർഷം മിനിമം ഉപയോഗിക്കാം. അപ്പോൾ ആ തരത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ ഈ ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ റിയൽമി എന്ന ബ്രാൻഡ് ഒരിക്കലും നല്ലൊരു ഡിസ്പ്ലേ തരാത്തതിൻ്റെ കാരണം ഇതാണ്, ആ പ്രൈസിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു 2 വർഷമൊക്കെ ലൈഫ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ആയിട്ട് LGയോ BOയോ ഇട്ടിട്ട് അതിൻ്റെ ലൈഫ് എന്തായാലും ഒരു 5 വർഷം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. 5 മിനിമമാണ് പറഞ്ഞത്, അതിൽ കൂടുതൽ എന്തായാലും കിട്ടും. ഡിസ്പ്ലേ മാറിയിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എന്തോരം നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.